ഈ ശൈല ടീച്ചറെ പറ്റി പോകൃതരം തെമ്മാടിത്തരവും ഫേസ്ബുക്കിൽ എഴുതാൻ എനിക്ക് അല്പമൊന്നും തോന്നില്ല. കേരളത്തിന്റെ നിയമസഭയിൽ 83 വയസ്സിൽ മരിച്ച, അനേക വർഷം മന്ത്രിയായിരുന്ന, അനേക വർഷം MLA ആയിരുന്ന, കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന ബാലകൃഷ്ണപിള്ള എന്ന എന്റെ പിതാവിനെ കുറിച്ച് ഞാൻ തന്തയ്ക്ക് കേൾക്കാത്ത വർത്തമാനം നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ മറക്കണ്ട. കേന്ദ്ര രാഷ്ട്രീയമൊക്കെ പറഞ്ഞു നിങ്ങൾക്കറിയാം. പക്ഷെ കേരളത്തിലെ സ്ഥിതി എന്താ? കേരളത്തിൽ 18 പേരെ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിലേക്ക് അയച്ചു. അതിന്റെ കാരണം എന്താണ്? രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചു. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവും നരേന്ദ്രമോദിയെ രാഷ്ട്രീയമായി പിടിച്ചുകയറ്റാൻ കരുത്തുണ്ട് എന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിച്ചു. അപ്പൊ കേരളത്തിലെ ജനങ്ങൾ എന്ത് വിചാരിച്ചു? അതിന് കൂട്ടത്തിൽ പറഞ്ഞു, ഒറ്റ കക്ഷിയായി കോൺഗ്രസ് വന്നാൽ രാഹുൽ ഗാന്ധിയെ മന്ത്രിസഭ ഉണ്ടാക്കാൻ വിളിക്കത്തുള്ളൂ. അപ്പൊ മോഡിയെ തള്ളിയിടാം, മോഡിയെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി ഉണ്ടാക്കാൻ കഴിയും. അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ഇന്നെന്താ അവസാനം സംഭവിച്ചത്? ഇലക്ഷൻ ജയിച്ചു, പക്ഷേ ഭൂരിപക്ഷം കിട്ടാത്തത് പ്രതിപക്ഷത്തെത്തിയപ്പോൾ രാഹുൽ ഗാന്ധി ഓടിക്കളഞ്ഞു. പ്രതിപക്ഷ നേതാവാൻ അദ്ദേഹം നിന്നില്ല. മല്ലികാർജ്ജുന ഖാർഗെയെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ഓടിക്കളഞ്ഞു. സത്യമുഖ്യം. അത് കഴിഞ്ഞ് കോൺഗ്രസ് പ്രസിഡന്റ് ആവാൻ അദ്ദേഹത്തെ വിളിച്ചു. ശ്രീമതി സോണിയാഗാന്ധി ഒഴിഞ്ഞു. പകരം രാഹുൽ ഗാന്ധി വരുന്നുവെന്ന് കോൺഗ്രസ്സുകാരെല്ലാം പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ്സുകാരും പറഞ്ഞു, യൂത്ത് കോൺഗ്രസ്സുകാരും പറഞ്ഞു. എന്നിട്ട് പോയോ? അവിടെ നിന്നും ആൾ ഓടിക്കളഞ്ഞു. കോൺഗ്രസ് പ്രസിഡന്റ് അന്വേഷിച്ചോ? കോൺഗ്രസ് പ്രസിഡന്റ് 7ാം ഘടനയിൽ അക്കരെ നിൽക്കുക. പുള്ളിയാണെങ്കിൽ രാജ്യത്തെ നയിക്കാൻ പറ്റിയ ആളാണെന്ന് മനസ്സിലാവുന്നതെന്നറിയോ? വയനാട്ടിൽ കടുവ വന്യമൃഗങ്ങൾ ആക്രമിക്കാനുണ്ടെന്ന് ഇന്നലെ ഉച്ചയ്ക്ക് പുള്ളി കണ്ടുപിടിച്ചു. ഇന്ന് രാവിലെ TV കണ്ടപ്പോൾ പറഞ്ഞു, വയനാട്ടിലെ ബിഷപ്പുമാരുടെ ഒരു യോഗത്തിൽ വെച്ച് വന്യമൃഗങ്ങളുടെ ശല്യമുണ്ടെന്നും വയനാട്ടിൽ കേന്ദ്ര ഗവൺമെന്റ് യാതൊരു സ്ഥാപനങ്ങളും ഉണ്ടായിട്ടില്ലെന്നും ബിഷപ്പന്മാർ അറിയിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഉടനെ ഉണ്ടാക്കാന്ന് പറഞ്ഞത്. 5 കൊല്ലം എന്നെ പണിയായിരുന്നു. 5 കൊല്ലം ഈ വയനാട്ടിൽ നിന്നേക്ക് പോയി. പാവപ്പെട്ട ഒരു ക്ഷീര കർഷകൻ പുല്ലറുത്തുകൊണ്ടിരിക്കുമ്പോൾ പതിഞ്ഞ് പുറകെ കൂടെ കടുവ വന്ന് പിടിച്ചോണ്ട് പോയിട്ട് ഒരു കേന്ദ്ര സഹായം വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഒരാൾ വരുന്നു, കേന്ദ്രത്തിൽ നിന്ന് വനം മന്ത്രി വയനാട്ടിൽ വരുന്നു. ഇപ്പം ചാക്കിനകത്ത് പൈസ കൊടുക്കുന്ന അവിടെ ഒരു പൈസയും കൊടുത്തില്ല. കേരള സർക്കാർ കൊടുത്ത 10 ലക്ഷം രൂപ എടുത്തുള്ളൂ. അപ്പൊ പൈസക്കാർ കർണാടകത്തിൽ വന്ന് കോൺഗ്രസ്സുകാർ കർണാടക മന്ത്രിയെ വിളിച്ചിട്ട് പൈസ കൊടുക്കും. കർണാടക മന്ത്രി ഇന്ന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. കർണാടകത്തിലെ സമ്പത്ത് കൊണ്ട് നിലനിർത്തുന്ന കോൺഗ്രസ് നിലനിർത്തുന്ന DK ശിവകുമാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. സമ്പത്തിന് വേണ്ടിയാണ്. DK ശിവകുമാർ വന്ന് ആലപ്പുഴയിൽ വന്ന് പറഞ്ഞു കേരളത്തിന്റെ ഭരണം ശരിയല്ല എന്ന്. ഞാനങ്ങ് ചിരിച്ചുപോയി. തലേ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് സുഹൃത്തുക്കളും കുട്ടികളൊക്കെ വിളിച്ചവൻ പറഞ്ഞത്, സാറേ ഇവിടെ തുളിക്കാൻ തുള്ളി വെള്ളമില്ലെന്നാ പോലെ. ആദ്യം അയാളുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് താമസിക്കുന്ന ബാംഗ്ലൂരിൽ താമസിക്കുന്ന പാവങ്ങൾക്ക് കുടിക്കാൻ തുള്ളി വെള്ളം കൊടുത്തിട്ട് കേരളത്തിൽ ഒന്ന് കുറ്റം പറയാം. തിരുവനന്തപുരത്ത് നല്ല ശുദ്ധമായ വെള്ളം കുടിച്ച് കിടക്കുന്നവരുടെ അടുത്ത് രാവിലെ റോഡ് ഷോ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ, ശശി തരൂരിന്റെ കൂടെ. അവിടെ വെള്ളമില്ല. ആദ്യം അവിടെ പോയി അവർക്ക് വെള്ളം ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടുത്തെ ജനങ്ങൾ വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവിടെ വന്ന് ജാണ കാണിക്കുക. അതങ്ങ് ഇവിടെ വാങ്ങിയിട്ടുണ്ട്. എന്തോ ഇത് കോഡിഫിക്കേഷൻ, എന്തോ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ കോഡിഫിക്കേഷൻ. വേറെ എന്തോ ഈ വരുന്ന ആളിന് സ്വന്തം വിമാനത്തിൽ വരും, പൈസ ഉള്ള ആളാണ്. ഇവിടെ ഇച്ചിരി പൈസ ഇല്ല. ഇവിടെ ശൈലജ ചേർത്ത് വാരി എറിയുമല്ലേ പൈസ. സംസ്ഥാനം വിട്ട് കർണാടകത്തിൽ ചെന്ന് സീറ്റ് അസംബ്ലി സീറ്റ് വാങ്ങിച്ചു കൊടുത്തതിന് കൈക്കൂലി പറ്റിയെന്ന് സദ്ദാം എന്ന് പേരുള്ള ഒരു യൂത്ത് ഫ്രണ്ട് നേതാവും പാലക്കാട്ട് പ്രസ്താവന ഇറക്കിയത് ഇവിടെ നിൽക്കുന്ന UDF സ്ഥാനാർത്ഥിയെ പറ്റിയ നമ്മളൊന്നും അല്ല, ഞാനെന്നെ പറഞ്ഞു. നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. LDF ആരും പറഞ്ഞിട്ടില്ല. DYFI പറഞ്ഞിട്ടില്ല. പറഞ്ഞത് യൂത്ത് കോൺഗ്രസ്സുകാരാ. ഇവിടെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി കർണാടകത്തിൽ പോയി കഴിഞ്ഞ ഇലക്ഷന്റെ 10 ഇലക്ഷൻ കോൺഗ്രസിന് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് പണം പറ്റിയിട്ട് വന്നതാണെന്ന് പറയുന്നത് ഞങ്ങളാരുമല്ല, യൂത്ത് കോൺഗ്രസ്സുകാരാണ്. വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയ വോട്ടിന് ജയിച്ചു എന്ന് പറഞ്ഞത് യൂത്ത് കോൺഗ്രസ്സുകാരാണ്, ഞങ്ങളല്ല. ഇന്ത്യയുടെ ഭരണഘടനാപരമായി വിലയുള്ള ഒരു വോട്ടേഴ്സ് ID കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി മത്സരിച്ച് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് ഇവിടെ വന്ന അമ്മയുടെ പ്രായമുള്ള, നിങ്ങൾ ശ്രദ്ധിക്കണം, സംസ്കാരശൂന്യന്മാരായി മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ രാധാകൃഷ്ണൻ, രവീന്ദ്രനാഥ് ടാഗോർ വരെ വിശ്വസിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ എത്രത്തോളം അധപ്പതിച്ചുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥിയായ ബഹുമാനപ്പെട്ട ശൈല ടീച്ചർക്കെതിരെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വാർത്തകളും അതിനെ തുടർന്നുള്ള ഫേസ്ബുക്ക് കമന്റുകളും കണ്ടാൽ നമുക്കറിയാം ഇവരുടെ സംസ്കാരം എവിടേക്ക് പോയെന്ന് ആലോചിക്കും. ഈ വൃത്തികേടുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെയാണോ വടകരയുടെ പ്രതിനിധിയായി പാർലമെന്റിലുണ്ട്? ജയിക്കാൻ വേണ്ടി അമ്മയുടെ പ്രായമുള്ള, മുത്തശ്ശിയുടെ പ്രായമുള്ള ഒരു വനിതയെക്കുറിച്ച് തെമ്മാടിത്തരങ്ങൾ എഴുതിയ അതിന്റെ താഴെ അഗ്ലിയായിട്ടുള്ള വാർത്തകൾ കണ്ടിരുന്ന അലവലാദികൾക്കാണോ വടകരയിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സംസ്കാര ശൂന്യന്മാർക്കുള്ളതല്ല, ഇത്തരം ആളുകൾക്കുള്ളതല്ല. ജനങ്ങളെ അവഹേളിക്കുക, അധിക്ഷേപിക്കുക. ഏതെങ്കിലും ധൈര്യമായിട്ട് നമ്മളെ ഫോൺ എടുത്ത് കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പറ്റൂ?
അയ്യോ നമ്മുടെ ശൈലജ ടീച്ചറല്ലേ എന്ന് പറഞ്ഞ് ഫോട്ടോ കൊണ്ട് കുത്തിയാൽ അടിയിൽ വിദുശൂന്യമായ കമന്റുകളുമായി ഇറങ്ങിയിരിക്കുന്നവന്മാരാണ് ഇവിടുന്ന് ജയിക്കേണ്ടത്. തന്ത്രം ജയിക്കാൻ വേണ്ടി എന്ത് വൃത്തികെട്ട തന്ത്രവും പരട്ടുന്നവരെ ഈ നാടിന് വേണ്ട എന്ന് പ്രഖ്യാപിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്ന എനിക്ക് 9:15 ട്രെയിനിൽ കയറാനാണ് തലശ്ശേരി. ഞാൻ ഇവിടെ വന്ന് നമ്മുടെ ഘോഷയാത്രയിൽ കുടുങ്ങിപ്പോയിട്ടാണ് എത്തി താമസം. ദീർഘിപ്പിക്കുന്നില്ല, ഒരു കാര്യം എനിക്ക് പറയാനും. ആ ശരിക്കും സംസാരിക്കും, വളരെ രസകരമായ കാര്യങ്ങൾ പറയും. ഞാൻ ദീർഘമായി സംസാരിക്കണമെന്ന് വിചാരിച്ചാണ് തലശ്ശേരിയിൽ ഏതാണ്ട് 3/4 മണിക്കൂർ കൂടുതൽ സംസാരിച്ചു. എങ്കിലും ഇവിടെ വരാൻ കഴിഞ്ഞൊരു സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്നെപ്പോലെ അനേക ലക്ഷം ആളുകൾ ശൈലജ ടീച്ചറിനെ വാത്സല്യവും സ്നേഹവും അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയവർ. നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ശൈലജ ടീച്ചർ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മാത്രം വോട്ടല്ല നിങ്ങൾ ചെയ്യുന്നത്. ഈ വടകരയിലെ ജനങ്ങൾ, കൂത്തുപറമ്പിലെ ജനങ്ങൾ, തലശ്ശേരിയിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ മാത്രം വോട്ടല്ല. ലക്ഷക്കണക്കിന് ഇന്ത്യക്കകത്തും പുറത്തും ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികളുടെ സ്നേഹത്തിന്റെ സമ്മാനമാണ് ശൈലജ ടീച്ചറിന് നിങ്ങൾ നൽകുന്ന ഓരോ വോട്ടുകളും. അതിന്റെ വലിപ്പം അത്രത്തോളം വലുതാണ് എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുക. നിങ്ങളോട് ഞങ്ങൾ കടപ്പെടും. ശൈലജ ടീച്ചർ കേരളത്തിലെ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വടകരയുടെ മുന്നിൽ നിന്നും ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകുമ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളി നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം, ഈ നാട്ടിലെ വോട്ടർമാരോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയും. അതാണ് പ്രചരണം. അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെപ്പറ്റി പുലഭ്യം ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുകയും അതിൻ്റെ അടിയിൽ എതിർശൂന്യമായ കമന്റ് ഇടുന്ന സംസ്കാരശൂന്യരായ കോൺഗ്രസുകാരായി കോൺഗ്രസ് അധപ്പതിച്ചു. രക്ഷപ്പെടാൻ വേണ്ടി എന്ത് വൃത്തികേട് കാണിക്കുക. തന്റെ പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവാകാൻ വേണ്ടി കള്ള വോട്ടേഴ്സ് കാർഡ് അടിച്ച് ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വസ്തതയെ പോലും ചോദ്യം ചെയ്യുന്ന നിലവാരം കുറഞ്ഞവർക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല എന്ന് തെളിയിക്കണം. പാലക്കാടിന്റെ വികസനത്തെ പറ്റി ആരണ്ട് പറഞ്ഞ പാകിസ്ഥാനെന്ന് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും കുറെ പെണ്ണുങ്ങൾ സ്ത്രീകളൊക്കെ കരഞ്ഞു. എന്താണ് യവനങ്ങാനും തോറ്റ് തിരിച്ചു വരുമോ എന്ന് പേടിച്ച് കരഞ്ഞു പോയതാ. പാലക്കാട്ടുകാർ കരഞ്ഞു വരും. പാലക്കാട് ടൗണിലെ സുൽത്താൻപേട്ട എന്ന സ്ഥലമുണ്ട്, മെയിൻ റോഡാണ്. അവിടെ നിങ്ങൾ പോയി സർവ്വ ഓടയും പൊളിച്ച് ഒരു വ്യാപാരിയും പറയട്ടെ കടയിലേക്ക് കയറിയാൽ ഹനുമാൻ ശ്രീലങ്കയ്ക്ക് ചാടിയാലേ പോകാൻ പറ്റും. അങ്ങനെ കിടക്കുക. എന്ത് വികസനമാണ്! അദ്ദേഹം MLA ആയിട്ട് 10 കൊല്ലത്തിൽ കൂടുതലായിരുന്നു. അദ്ദേഹം പാലക്കാട് പോയതാ. ആ വിക്ടോറിയ കോളേജിന്റെ അപ്പുറത്ത് അനാഥമായ ഒരു ഇൻഡോർ സ്റ്റേഡിയം കിടക്കുന്നുണ്ട്. അനാഥമായ ഒരു ഇൻഡോർ സ്റ്റേഡിയം. അത് പൂർത്തിയാക്കാൻ ഒരു MLAക്ക് ഇതുവരെ കഴിഞ്ഞിട്ട്. MP ഫണ്ടാകത്ത് കൊടുത്തിട്ടുണ്ട്. രാജേഷ് MP ആയിരിക്കും കൊടുത്ത പൈസ വരാനത്തുണ്ട്. അത് പൂർത്തിയാക്കാൻ ഒരു MLAക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് കിടുകാര്യസ്ഥത മാത്രമാണ്. കേരള സർക്കാരും നൽകിയ പ്രധാനപ്പെട്ട റോഡുകളും, കിഫ്ബിയിൽ നൽകിയ റോഡുകളും, ടൗണിലെ പ്രധാന റോഡുകളും, ഹൈവേ വഴി പോകുന്ന റോഡ് ഒഴിച്ചാൽ പാലക്കാടിന്റെ ഉള്ളിലേക്ക് കടന്നാൽ പാലക്കാട് മണ്ഡലത്തിൽ ഒരു വികസനവും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാവും. അതല്ലല്ലോ പണി. കൂടുതൽ സമയം കർണാടകത്തിലൊക്കെ ആണല്ലോ ഇപ്പൊ പണി. ഇവരുടെയൊക്കെ രാഷ്ട്രീയം കർണാടകത്തിലാണ് ഇപ്പം. മാംസമുള്ളതേ കത്തി ഇറങ്ങുമെന്നൊരു ചൊല്ലുണ്ട്. അവിടെയാണ് എല്ലാവരും. ഞാൻ ദീർഘത്തിൽ ഒരു കാര്യം പറയാം. ഇവിടെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി എനിക്കറിയാം. കൊച്ചു പയ്യനാണ്. ഒരു ചെറുപ്പക്കാരനുള്ള വെച്ചൊരു അനിയനെ പോലെ ഞാൻ സ്നേഹിച്ചു. നമ്മളെ ജയറായിട്ടാണ് ഞാൻ കണ്ട. ഞങ്ങൾ ഒരുമിച്ച് MLA പറയുന്നത്. ഞാൻ വന്ന കാലം പോലും ജയറായിട്ടാണ് വിളിക്കുന്നത്. അദ്ദേഹം LDF ഞാൻ UDF നിൽക്കുന്ന കാലത്ത്, ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായി 2001 ഇരുന്ന കാലത്തും അദ്ദേഹം MLA. ഞാൻ ജയറായിട്ടെന്ന് വിളിച്ച് സംസാരിച്ചിട്ടില്ല. അന്നും ഇന്നും ജയറായിട്ടെന്നെ വിളിച്ചത്. രമേശ് ചെന്നിത്തല ഞാൻ കുട്ടിക്കാലം മുതൽ കാണുന്നതാണ്. ഞാനിപ്പോഴും രമേശ് ചേട്ടാന്നെ വിളിക്കാറ്. സതീശൻ എൻ്റെ പ്രായക്കാരനാണ്. ഞങ്ങൾ ഒരുമിച്ച് വന്നവരാണ്. സതീശൻ എന്നാണ് വിളിക്കുന്നത്. ഏത് രാഷ്ട്രീയമായ ഏത് പാർട്ടി കൂട്ടി ഈ ഇവിടെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയാൻ വേണ്ടി ഉദാഹരണം ഞാൻ പറയാം. അത് പറഞ്ഞ എൻ്റെ പ്രസംഗം ഞാൻ നിർത്തും. എന്നെ ആദ്യം കണ്ടപ്പോൾ ചേട്ടാന്നാണ് വിളിച്ചിരുന്നത്. പിന്നെ കുറച്ച് ദിവസം ഇങ്ങനെ എന്നായി. നമ്മുടെ നാട്ടിൽ നിങ്ങളെന്ന് പറഞ്ഞാൽ മോശമായി പാട്ടോ. ഇവിടെ നിങ്ങളെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അവിടെ അങ്ങനെയല്ല. എൻ്റെ അമ്മയുടെ നിങ്ങളെന്ന് പറഞ്ഞാൽ അപ്പം അടി കിട്ടുമായിരിക്കും. നിങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ വലിയ മതിപ്പില്ല. അത് കഴിഞ്ഞ് ഈ എന്നായി. ഈ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വിളിക്കുക. ആനയുടെ സംസ്കാരം മനസ്സിലാക്കി അച്ചാന്ന് വിളിച്ചത് കുറച്ച് കഴിയുമ്പോൾ ചേട്ടാന്ന്. അച്ചാന്ന് വിളിക്കുന്നവനെ അമ്മാവാന്ന് മാറ്റി മാറ്റി വിളിക്കുന്നവരെങ്ങനെ ഉണ്ടാകും എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ചേട്ടാന്ന് വിളിച്ചാൽ മരണം വരെയും ചേട്ടാന്ന് വിളിക്കുക. പഠിക്കുന്നത്. സാറേന്ന് വിളിച്ചാൽ മരണം വരെയും സാറെന്ന് വിളിക്കാം. ഇത് അമ്മാവെന്ന് വിളിച്ചാൽ അമ്മാവെന്നല്ലാതെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അളിയാന്ന് വിളിക്കാൻ പറ്റും. ഇതിപ്പോൾ അങ്ങനെ സ്ഥിതി. ചേട്ടാന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആൾ ഷൂ തകയായി. നിങ്ങളെയും ഷൂ എന്ന് വിളിക്കാൻ ഇടയാക്കരുതെന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയും. ഒരാളുടെ സംസ്കാരം അതിൽ നിന്നാണ് ഷൂ എന്ന് വിളിക്കാനായിട്ട്. ഇപ്പം ചേട്ടാ വോട്ട് തരണേ, ചേച്ചി വോട്ട് തരണേ, അമ്മായി തന്നെ വിളിക്കുന്നു. ഈ ശൈലജ ടീച്ചറെ പറ്റി പോകൃതരം തെമ്മാടിത്തരവും ഫേസ്ബുക്കിൽ എഴുതാൻ എനിക്ക് അല്പമൊന്നും പോയില്ല. കേരളത്തിന്റെ നിയമസഭയിൽ 83 വയസ്സിൽ മരിച്ച, അനേക വർഷം മന്ത്രിയായിരുന്ന, അനേക വർഷം MLA ആയിരുന്ന, കേരള രാഷ്ട്രീയത്തിൽ തിറങ്ങി നിന്ന R ബാലകൃഷ്ണപിള്ള എന്ന എൻ്റെ പിതാവിനെ കുറിച്ച് ഞാൻ തന്തയ്ക്ക് കേൾക്കാത്ത വർത്തമാനം നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ മറക്കണ്ട.
മരിച്ചുപോയ ആളെ കുറിച്ച് അത്ഭുതപ്പെടേണ്ട. ശ്രീ കെ കരുണാകരനെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കെ കരുണാകരന്റെ മകളുടെ പൈതൃകത്തെ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ 9 പേരുമായി കേരളത്തിന്റെ നിയമസഭയിൽ കോൺഗ്രസിനെ എത്തിച്ച് 60-ലും 70-ലും അധികം MLA-മാരുമായി കേരളത്തിന്റെ നിയമസഭയിൽ കോൺഗ്രസിനെ നയിച്ച കെ കരുണാകരന്റെ മകളുടെ ഏത് പാർട്ടിയിലെ വോട്ട് മകളുടെ പിതൃത്വം മാതൃത്വം ചോദ്യം ചെയ്ത വൃത്തികെട്ട സംസ്കാരത്തിന്റെ ഉടമകളാണ് ഇവിടെ മത്സരിക്കുന്നവരും അവരെ കൂട്ടുക. അത് മനസ്സിലാക്കണം. മാന്യതയോടെ സംസാരിക്കുന്ന, സംസ്കാരത്തോടെ പെരുമാറുന്ന, നമ്മുടെ അമ്മയായ, ചേച്ചിയായ, സഹോദരിയായി, നമ്മുടെ കൂട്ടുപറപ്പായി നമ്മോടൊപ്പം ശൈലജ ടീച്ചറെ നിങ്ങൾ അനുഗ്രഹിക്കണം, വിജയിപ്പിക്കണം. സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി, ഈ രാജ്യത്തെ മുഴുവൻ മലയാളികൾക്ക് വേണ്ടി, ലോകത്തിന്റെ മുഴുവനുള്ള മലയാളികൾക്ക് വേണ്ടി, മലയാളികളുടെ അഭിമാനം കാത്ത, മലയാളികളെ സ്നേഹിച്ച, മലയാളികളുടെ രക്ഷയ്ക്കെത്തിയ ഒരു രാഷ്ട്രീയ പ്രവർത്തക, ഒരു പൊതുപ്രവർത്തക നിലയിൽ ഏറ്റവും വലിയ ആരുണ്യവും നന്മയും ചെയ്ത ശൈലജ ടീച്ചർ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തെ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം നൽകി അനുഗ്രഹിച്ച് വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ അപേക്ഷിച്ചുകൊണ്ട് എല്ലാ വിജയങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾ സഹായിക്കണം, അനുഗ്രഹിക്കണം, വിജയിപ്പിക്കണം. നന്ദി, നമസ്കാരം, ജയ്.